ഇന്ന് നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയുടെ ആൻസർ കീ ആണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ പരീക്ഷ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ടഫായിട്ടുള്ളൊരു എക്സാം ആയിരുന്നു. എന്ന് കഴിഞ്ഞാലും ആവറേജ് ഉള്ളൊരു എക്സാം ആയിരുന്നു. ചില ഓപ്ഷൻസൊക്കെ തമ്മിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകാനും കൂടുതൽ ക്വസ്റ്റ്യൻസൊക്കെ സ്കിപ്പ് ചെയ്യാനും ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉള്ളൊരു എക്സാം ആയിരുന്നു നടന്നത്. അപ്പോൾ നമുക്ക് ആൻസർ കീ ഏതൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് ക്വസ്റ്റ്യൻ കോഡ് സി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ കോഡ് സി. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വയനാട്ടിലെ കാടുകളിൽ 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര്? ഓപ്ഷൻ എ രാമൻ എം പി, നമുക്കറിയാം. ആൻസർ ഓപ്ഷൻ എ ആണ്. രണ്ടാമത്തേത്, കല്ലുമാല സമരത്തിലോ അല്ലെങ്കിൽ പെരിനാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ്. ആൻസർ ഓപ്ഷൻ ബി അയ്യൻകാളി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം. ആൻസർ ഓപ്ഷൻ സി 1991. നാലാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാം ലോക മഹായുദ്ധത്തിലെ യുദ്ധ കുറ്റവാളികൾ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ ഡി ന്യൂറംബെർഗ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, 18-ാം നൂറ്റാണ്ടിൽ താഴെ പറയുന്ന തത്വചിന്തകരിൽ ആരാണ് ഈ പ്രസിദ്ധ വാക്കുകൾ പറഞ്ഞത്? മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടത്തും ചങ്ങലയിലാണ്. നമുക്കറിയാം, റൂസോ ആണ്. ഓപ്ഷൻ എ. ആൻസർ ഓപ്ഷൻ എ ജീൻ ജാക്വസ് റൂസോ. ആറാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത്? നമുക്കറിയാം, ആൻസർ ഓപ്ഷൻ ഡി പോർച്ചുഗീസ് ആണ്. അറബിക് ഈയിടയ്ക്ക് ആയിരുന്നു. അപ്പോൾ ആറിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി പോർച്ചുഗീസ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, 2022 ജനുവരി 21 3 സംസ്ഥാനങ്ങൾ അവരുടെ 50-ാം സംസ്ഥാന ദിനം ആചരിച്ചു. താഴെ പറയുന്നത് ഏതാണ് ഈ മൂന്നിൽ ഒന്നല്ല? അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ സി നാഗാലാൻഡ് ആണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, വ്യാവസായികവൽക്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ സമിതി ആസൂത്രണ കമ്മീഷൻ്റെ മുൻഗാമി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി സുഭാഷ് ചന്ദ്രബോസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, 1993 മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയും 12,504 മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു. ഈ പര്യടനം അറിയപ്പെടുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ഹരിജൻ യാത്രാ പര്യടനമാണ്. അപ്പോൾ ഈ ഡേറ്റ് കൊടുത്തോണേ. 1933 എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഹരിജൻ യാത്രയിലോട്ട് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 9ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഹരിജൻ യാത്രാ പര്യടനമാണ്. പത്താമത്തെ ക്വസ്റ്റ്യൻ, അക്ബറിൻ്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഏത്? അതിന് ആൻസർ ഓപ്ഷൻ എ പുരാണ കിലയാണ് വരുന്നത്. അതുപോലെ തന്നെ 11ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് തെറ്റായി പൊരുത്തപ്പെട്ടത്? ഇതിന് തെറ്റായിട്ട് പൊരുത്തപ്പെട്ടത് ഓപ്ഷൻ ബി ആണ്, മണൽക്കല്ല് സിസ്റ്റാണ് വരുന്നത്. 12ാമത്തെ ക്വസ്റ്റ്യൻ, സർവേ ഓഫ് ഇന്ത്യ SOI ടോപ്പോഗ്രാഫിക്കൽ മാപ്പുകളിൽ ഏത് പ്രൊജക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി പോളിക്കോണിക്കാണ് ആൻസർ ആയിട്ട് വരുന്നത്. 13ാമത്തെ ക്വസ്റ്റ്യൻ, 2024 പുതുവർഷ ദിനത്തിൽ 7.5 സ്കെയിലിൽ ഭൂകമ്പോ വിനാശകരമായ സുനാമിയോ അനുഭവിച്ച നോട്ടോ ഏത് ഏഷ്യൻ രാജ്യത്താണ്? ആൻസർ ഓപ്ഷൻ ഡി ജപ്പാനാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ ജലപാത നിയമം 2016 പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത 3 ഏത് സ്ഥലം വരെയാണ് നീട്ടിയത്? ആൻസർ ഓപ്ഷൻ സി കോഴിക്കോട്. അടുത്തത്, താഴെ പറയുന്നതിൽ ഏതാണ് ഇന്ത്യയിൽ ഭൂതാപനിലയ അല്ല? ഈ ക്വസ്റ്റ്യൻ തെറ്റാണ്. അപ്പോൾ ഇത് ഡിലീറ്റ് ആവാനാണ് ചാൻസ് കൂടുതൽ. ഭൂതാപനിലയ അല്ല എന്നാണ് ചോദിച്ചത്. അപ്പോൾ ക്വസ്റ്റ്യൻ തെറ്റാണ്. 15 അപ്പോൾ ഡിലീറ്റ് ആവാനാണ് ചാൻസ്. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഫാക്ടർ ചെലവിൽ GDP ഇതിന് ഉദാഹരണമാണ്. ഫാക്ടർ ചെലവിൽ GDP ഇതിന് ഉദാഹരണമാണ്. അതിന് ആൻസർ വരുന്ന ഓപ്ഷൻ എ വിപണി വിലയിൽ GDP അറ്റ പരോക്ഷ നികുതികളാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ, സർക്കാർ ഇന്ത്യയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ആൻസർ ഓപ്ഷൻ ബി 9ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ. 18ാമത്തെ ക്വസ്റ്റ്യൻ, എല്ലാ അസംഘടിത തൊഴിലാളികളും കേന്ദ്രീകൃത ഡാറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായി താഴെ പറയുന്നവയിൽ ഏത് കേന്ദ്ര മന്ത്രാലയത്തിലാണ് ഈ ശ്രം പോർട്ടൽ ആരംഭിച്ചത്? അപ്പോൾ അതിൻ്റെ അസംഘടിത തൊഴിലാളി എന്ന് കേട്ടതെന്ന് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ കിട്ടും. ഓപ്ഷൻ ഡി ലേബർ എംപ്ലോയ്മെൻറ്റ് മന്ത്രാലയമാണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ പണനയത്തിൻ്റെ ഉപകരണങ്ങൾ കണ്ടെത്തുക. അതിൻ്റെ ഉപകരണങ്ങളായിട്ട് വരുന്നത് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റേറ്റ് റേറ്റും അതുപോലെ തന്നെ നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോ ആണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 1ഉം 3ഉം മാത്രം. 20ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സങ്കോചപരമായ
ധനനയത്തിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി, കുറഞ്ഞ സർക്കാർ ചെലവും ഉയർന്ന നികുതികളും. 21ാമത്തെ ക്വസ്റ്റ്യൻ, ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സംസ്ഥാനത്തിനുള്ളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വാർദ്ധക്യ പെൻഷനുകളുടെ പ്രായപരിധി 60-ൽ നിന്ന് 50-ആയി കുറച്ച സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ജാർഖണ്ഡ് ആണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. അപ്പോൾ എന്താണ് പ്രസ്താവന? ഒരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ തന്നെ നിയമസഭയിലെ ആകെ അംഗങ്ങൾ 389 ആയിരുന്നു. അതുപോലെ തന്നെ മഹാത്മാഗാന്ധി ഭരണഘടനാ അസംബ്ലിയിലെ അംഗമായിരുന്നു. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനയിൽ ഏതാണ് ശരി? അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, 2 മാത്രമാണ് ശരിയായിട്ടുള്ള ഇത് വരുന്നത്. അപ്പോൾ 23ാമത്തെ ക്വസ്റ്റ്യൻ, ആർട്ടിക്കിൾ 26 പ്രകാരം 26 മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. അത് താഴെ പറയുന്നവയിൽ ഏതിന് വിധേയമാണെന്നാണ്. അപ്പം ഏതിന് വിധേയമാണ് ആർട്ടിക്കിൾ 26? പൊതുക്രമം, ധാർമ്മികത, ആരോഗ്യം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാമാണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ, പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും വ്യവസ്ഥകൾ നൽകിയിട്ടുള്ള അനുച്ഛേദങ്ങൾ ഏതാണെന്നാണ്. അപ്പോൾ ഏതാണ് അനുച്ഛേദങ്ങൾ? 48A-യും 51A-യും ആണ് വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി, 2ഉം 3ഉം മാത്രം. 25ാമത്തെ ക്വസ്റ്റ്യൻ, ഓഫീസുകളിൽ നിന്ന് സ്പീക്കറെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. അപ്പോൾ പ്രസ്താവനകൾ പരിഗണിക്കുക. സഭയിൽ എല്ലാ അംഗങ്ങളുടെയും ഭൂരിപക്ഷം ആവശ്യമാണ്. ഹാജരാകുകയും വോട്ട് ചെയ്യുകയും ചെയ്യുന്ന അംഗങ്ങളുടെ 2/3 ഭൂരിപക്ഷം ആവശ്യമാണ്. പ്രമേയം നീക്കുന്നതിന് ഉദ്ദേശത്തെക്കുറിച്ച് കുറഞ്ഞത് 14 ദിവസത്തെ അറിയിപ്പ് നൽകേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, 2ഉം 3ഉമാണ് ആൻസറായിട്ട് വരുന്നത്. 26ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് 106ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ പ്രധാന മാറ്റങ്ങൾ എന്താണ്? 106ാമത് നമ്മൾ പഠിച്ചാണ്. അപ്പം 106ാം ഭേദഗതി വരുന്ന ഏതൊക്കെ മാറ്റങ്ങളാണ്? ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ 239A-യും അതുപോലെ തന്നെ ആർട്ടിക്കിൾ 330A-യും 332A-യും ഉൾപ്പെടുത്തൽ. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉം മാത്രം. 27ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് സിവിൽ സർവീസിൻ്റെ പ്രവർത്തനമല്ലാത്തത്? ഓപ്ഷൻ സി, ഗവൺമെൻറ്റിനെതിരായ എതിർപ്പ് സമാഹരിക്കുക. വായിക്കുമ്പോൾ തന്നെ നമുക്ക് പിടികിട്ടും. 28ാമത്തെ ക്വസ്റ്റ്യൻ, വിഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ വ്യക്തമാക്കിയിട്ടുള്ള NEGP-യുടെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായതെന്നാണ്. അപ്പം ഇതിനകത്ത് ശരിയായത് പൊതുസേവനങ്ങൾ പൗരന്മാർക്ക് വീടിൻ്റെ അടുത്ത് എത്തിക്കുക, അതുപോലെ തന്നെ കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പാക്കുക. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, 1ഉം 2ഉം മാത്രമാണ്. 29ാമത്തെ ചോദ്യം, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായെന്നാണ്. രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട് സാമൂഹ്യവൽക്കരണവും പങ്കാളിത്തത്തിൻ്റെ പ്രവർത്തനവും സംയോജനത്തിൻ്റെ പ്രവർത്തനവും അതുപോലെ തന്നെ രാഷ്ട്രീയ അധികാരം പ്രയോഗിക്കുന്നതിൻ്റെ പ്രവർത്തനവും. അപ്പോൾ ഇതിനെല്ലാം വരുന്നതാണ്. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാമാണ്. 30ാമത്തെ ക്വസ്റ്റ്യൻ, COVID-19 പാൻഡമിക് സമയത്ത് സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനുമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയുടെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ ബി, ആത്മനിർഭർ ഭാരത് റോജ്ഗർ യോജന, ABRY. 31ാമത്തെ ചോദ്യം, കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി, SL പുരം സദാനന്ദൻ. അതുപോലെ 32ാമത്തെ ക്വസ്റ്റ്യൻ, G ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴലിന് ആമുഖം എഴുതിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, S ഗുപ്തൻ നായർ. 33 കുമാരനാശാൻ അന്തരിച്ച വർഷം? ഓപ്ഷൻ ബി, 1924. 34ാമത്തെ ക്വസ്റ്റ്യൻ, കാഞ്ചന സീത എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? ഓപ്ഷൻ എ, ആൻസർ ഓപ്ഷൻ എ, G അരവിന്ദൻ. 35 2022 ഫിഫ ലോകകപ്പിലെ അർജന്റീന ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി, ലയണൽ സ്കലോണി. 36ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി, മലപ്പുറം. 37 2023 വിംബിൾഡൺ വിജയം നേടിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, കാർലോസ് അൽക്കാരസ്. 38 ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, അഗ്നിസാക്ഷി. 39 ഓസ്കാർ നേടിയ ആദ്യ മലയാളി ആരാണ്? ആൻസർ ഓപ്ഷൻ എ, റസൂൽ പൂക്കുട്ടി. 40ാമത്തെ ക്വസ്റ്റ്യൻ, ഏകദിന ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ എത്ര റൺസ് നേടി? ഇതൊക്കെയാണ് നമുക്ക് PSC പണി തരുന്ന ക്വസ്റ്റ്യൻസ്.
പെട്ടെന്ന് നമ്മളൊന്നും ചിന്തിക്കത്ത് പോലുമില്ല ഇങ്ങനൊരു ചോദ്യമൊക്കെ വരുമെന്ന്. അപ്പോൾ ഇതിന് ആൻസർ വരുന്ന ഓപ്ഷൻ ഡി 18,426. അപ്പം സച്ചിൻ ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ എത്ര റൺസ് നേടി? 18,426 ആൻസർ ആയിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ്. 41ാമത്തെ ക്വസ്റ്റ്യൻ, ആക്രമണകാരികളിൽ ഒരു വെബ്സൈറ്റിൻ്റെ ക്ലോൺ ഉണ്ടാക്കുകയും ഇരയ്ക്ക് ക്ഷുദ്രകരമായ ലിങ്ക് അയക്കുകയും ഇരകളിൽ നിന്ന് കാർഡ് നമ്പറുകൾ, ഉപയോക്തൃ നാമങ്ങൾ, പാസ്വേഡുകൾ മുതലായവ പോലുള്ള സെൻസിറ്റീവ് ഡാറ്റ എക്സ്ട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വിപുലമായ ഫിഷിംഗ് സാങ്കേതികമായാണ്. ഇപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ സി വെബ് ജാക്കിംഗ് ആണ് വരുന്നത്. 42ാമത്തെ ക്വസ്റ്റ്യൻ, സ്വതന്ത്രമായി ആക്സസ് ചെയ്യാനും പരിഷ്കരിക്കാനുമുള്ള ഒരു സോഫ്റ്റ്വെയറിനെ ഡാഷ് എന്ന് പറയുന്നു. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. 43ാമത്തേത്, ലാറി പേജും സെർജി ബ്രിനും ചേർന്ന് സ്ഥാപിച്ച ഏറ്റവും ജനപ്രിയമായ സെർച്ച് എഞ്ചിനുകളിൽ ഒന്ന്. ആൻസർ ഓപ്ഷൻ ബി ഗൂഗിൾ. 44ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ പൊരുത്തപ്പെടുക എന്നാണ്. അപ്പോൾ ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതങ്ങ് പറഞ്ഞു പോവാണ്. അല്ല, ആൻസർ 44 ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 45, കമ്പ്യൂട്ടറിൻ്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് CPU വേഗത്തിലുള്ള പ്രോസസ്സിങ്ങിനായി പതിവായി ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളും ഡാറ്റയും താൽക്കാലികമായി സംഭരിക്കുന്ന സപ്ലിമെൻ്റൽ മെമ്മറി സിസ്റ്റമാണ്. ഓപ്ഷൻ സി ക്യാഷെ മെമ്മറിയെ. 46, താഴെ പറയുന്നവർ ഏതാണ് ഇന്ത്യൻ വംശജരുടെ ഉപഗ്രഹമല്ലാത്തത്? ആൻസർ ഓപ്ഷൻ ബി IXP ആണ്. 47, ജൈവ വൈവിധ്യങ്ങളെക്കുറിച്ചുള്ള കൺവെൻഷനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക എന്നാണ്. അപ്പോൾ ഇതിനകത്ത് എല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. നമ്മൾ നോക്കിയിട്ട് എല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 വരുന്നുണ്ട്. 48, സൂര്യഭൗമ വ്യവസ്ഥയുടെ ലഗ്രാഞ്ച് പോയിന്റ് 1L1ൻ്റെ ദൂരം എത്രയാണെന്നാണ് ചോദിച്ചത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഭൂമിയിൽ നിന്ന് 1.5 ദശലക്ഷം കിലോമീറ്റർ. 49, താഴെ പറയുന്നവയിൽ ഏതാണ് 2018 ആരംഭിച്ച സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി? ആൻസർ ഓപ്ഷൻ ബി ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. അപ്പം 50ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ ഇന്ത്യയിലെ വൈദ്യുത ഉൽപ്പന്നത്തിൽ അവയുടെ സംഭാവന കുറയുന്ന ക്രമത്തിൽ എഴുതുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? സൗരോർജ്ജം, കാറ്റ്, ശക്തി, ബയോമാസ്. അപ്പം എന്താണ് പറഞ്ഞിരിക്കുന്നത്? കുറയുന്ന അവയുടെ വൈദ്യുതോൽപ്പന്നത്തിൽ അവയുടെ സംഭാവന കുറയുന്ന ക്രമത്തിൽ എഴുതുക എന്നാണ്. കുറയുന്ന ക്രമത്തിൽ എഴുതുമ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. സൗരോർജ്ജം, കാറ്റ്, ശക്തി, ബയോമാസ്. ഇനി മാത്സ് ആണ് വരുന്നത്. 51ാമത്തെ ക്വസ്റ്റ്യൻ, 2 സംഖ്യകൾ 3:5 എന്ന അനുപാതത്തിൽ ഓരോ സംഖ്യയും 10 കൂട്ടിയാൽ അവയുടെ അനുപാതം 5:7 ആയി മാറുന്നു എങ്കിൽ സംഖ്യ ഏതെന്നാണ് ചോദിച്ചത്. എൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 15, 25 ആണ് വരുന്നത്. 52ാമത്തെ ക്വസ്റ്റ്യൻ, 60 ദിവസം കൊണ്ട് ഒരു നിർമ്മാണ ജോലി പൂർത്തിയാക്കാൻ ഒരു കരാറുകാരൻ 210 പേരെ നിയമിച്ചു. 12 ദിവസത്തിന് ശേഷം അദ്ദേഹം 70 പേരെ കൂടി ചേർത്തു. ബാക്കി ജോലികൾ എത്ര ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കും? ആൻസർ ഓപ്ഷൻ സി 36 ആണ് വരുന്നത്. 53ാമത്തെ ക്വസ്റ്റ്യൻ, ഒരാൾ 2 കുതിരകളെ 6000 രൂപയ്ക്ക് വിൽക്കുന്നു. ഇടപാടിൽ നഷ്ടമോ ലാഭമോ അയാൾക്കില്ല. അയാൾ ഒരു കുതിരയെ 25% ലാഭത്തിൽ വിറ്റെങ്കിൽ മറ്റേ കുതിരയെ വിൽക്കുന്ന നഷ്ടശതമാനം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 16 × 2/3 ആണ്. 54ാമത്തെ ക്വസ്റ്റ്യൻ, ഓരോ 1/10 കിലോഗ്രാം തൂക്കമുള്ള ആപ്പിൾ കൊണ്ടൊരു പെട്ടി നിറയ്ക്കണം. ആപ്പിൾ നിറച്ചതിന് ശേഷം പെട്ടിയുടെ ഭാരം 4/5 കിലോഗ്രാമിൽ കൂടരുത്. പെട്ടിയിൽ വയ്ക്കാവുന്ന പരമാവധി ആപ്പിൾ എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 8 ആണ്. 55ാമത്തെ ക്വസ്റ്റ്യൻ, ഗണിത ശ്രേണിയിൽ 10,877 തുക ലഭിക്കാൻ എത്ര പദങ്ങൾ ചേർക്കണം? ആൻസർ ഓപ്ഷൻ സി 73 ആണ്. 56ാമത്തെ ക്വസ്റ്റ്യൻ, 42 സെൻറ്റിമീറ്റർ വ്യാസവും 10 സെൻറ്റിമീറ്റർ ഉയരവും ഒരു സിലിണ്ടർ ആകൃതിയിലുള്ള ബക്കറ്റിൽ നിറയെ മണൽ നിറച്ചിരിക്കുന്നു. ബക്കറ്റിലെ മണൽ താഴേക്കിട്ടപ്പോൾ മണൽ ഒരു കോണിൻ്റെ ആകൃതിയിലേക്ക് മാറി. കോണിൻ്റെ ഉയരം 21 സെൻറ്റിമീറ്റർ ആണെങ്കിൽ കോണിൻ്റെ അടിസ്ഥാന വിസ്തീർണം എത്ര എന്നാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ 1980 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. 57ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ് 1/20 ആണ് വരുന്നത്. അതുപോലെ തന്നെ 58ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 2 ആണ്. 59ൻ്റെ ആൻസർ വരുന്നത് 2 വർഷത്തേക്ക് പ്രതിവർഷം 10% എന്ന നിരക്കിൽ ഒരു നിശ്ചിത തുകയുടെ കൂട്ടുപലിശ സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം 25എങ്കിൽ തുക കണ്ടെത്തുമെന്നാണ്. ആൻസർ ഓപ്ഷൻ ബി 2500 ആണ് വരുന്നത്. 60ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്ന ഓപ്ഷൻ ബി 0 ആണ്. അതുപോലെ തന്നെ 61ൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി 15 കിലോമീറ്റർ ആണ്. 62ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് 1267
അതുപോലെ തന്നെ 6S ആണ് വരുന്നത്. 63ാമത്തെ ക്വസ്റ്റ്യൻ വർഷത്തിലെ ആദ്യ ദിവസം അതിവർഷം ഒഴികെയുള്ളതാണെന്ന് പറയുന്നത്. ഞായറാഴ്ചയാണെങ്കിൽ വർഷത്തിലെ അവസാന ദിവസം ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഞായറാണ്. 64ാമത്തെ ക്വസ്റ്റ്യൻ എൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി കൊച്ചുമകളാണ്. 65ൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി 22 ആണ്. 66ൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ സി 56 ആണ്. 67ൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ എ 40 ഡിഗ്രിയാണ്. 68ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ 10.40 AM 10:40 AM ആണ് വരുന്നത്. 69ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി 10 ആണ്. 70ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി 780 ആണ്. ഇനി ഇംഗ്ലീഷാണ്. 71ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ടേം ഫോർ ദ എക്സസീവ് യൂസ് ഓഫ് വേർഡ്സ് എന്നാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ വെർബോസിറ്റി ആണ്. അതുപോലെ തന്നെ 72ാമത്തെ ക്വസ്റ്റ്യൻ ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ദ റിപ്പോർട്ടഡ് സ്പീച്ച്. ഡയറക്റ്റ് സ്പീച്ച് വരുന്നത് അതിന് റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് വരുന്നത്. അപ്പം എന്താണ് ഐ വോണ്ട് ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ് ഷീ സെഡ്. അപ്പോൾ ഇതിന് ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഷീ സെഡ് ഷീ വുഡ് നോട്ട് ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ്. 73ാമത്തെ ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് മാസ്കുലീൻ ആൻഡ് ഫെമിനിൻ ജെൻഡർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്. ദ സ്റ്റാലിയൻ ഈസ് റെക്കഗ്നൈസ്ഡ് ഫോർ ഹിസ് സ്ട്രെങ്ത് എന്നാണ്. 74ാമത്തെ ക്വസ്റ്റ്യൻ സെലക്ട് ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് വേർഡ് എന്നാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ദ നാക്ട് റോഡ് ഹിസ് ഹോഴ്സ് ഇൻ ടു ദ സൺസെറ്റ്. 75ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് സെൻറ്റൻസ് യൂസസ് ദ കറക്റ്റ് കമ്പാരിറ്റീവ് ഡിഗ്രി. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. ഷീ റൺസ് ഫാസ്റ്റർ ദാൻ ഹിം. 76ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഡസ് ദ ഇഡിയം ടു സ്പിൽ ദ ബീൻസ് മീൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് എന്താണ് ഇഡിയം എന്താണ് ടു സ്പിൽ ദ ബീൻസ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ടു റിവീൽ എ സീക്രട്ട്. 77ാമത്തെ ക്വസ്റ്റ്യൻ ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസ് വിത്ത് പ്രോപ്പർ യൂസ് ഓഫ് വെർബ് എന്നാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. ദ ചൈൽഡ് ഫെൽ അസ്ലീപ് ഡ്യൂറിങ് ദ മൂവി. 78ാമത്തെ ക്വസ്റ്റ്യൻ ടാഗ് ആണ്. റെബേക്ക റെയർലി ഈറ്റ്സ് സ്വീറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ ഏതാണെന്ന് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഡസ് ഷീ ആണ് വരുന്നത്. റെയർലി വന്നുകൊണ്ട് അത് നെഗറ്റീവ് അപ്പോൾ പോസിറ്റീവ് വരുവേ. അതുപോലെ തന്നെ 79 വാട്ട് ടേം ഡിസ്ക്രൈബ് ദ ഡെലിബറേറ്റ് ആൻഡ് സിസ്റ്റമാറ്റിക് extermination of a national, racial, political or cultural group. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ജനോസൈഡ് ആണ്. 80ാമത്തെ ക്വസ്റ്റ്യൻ ചൂസ് എ സ്യൂട്ടബിൾ സിനോണിം ഫ്രം ദ ഫോളോവിങ് ഓപ്ഷൻസ് ഫോർ ദ വേർഡ് ഗിവൺ. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ കെയർഫുൾ ആണ്. അതുപോലെ തന്നെ 81ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് പാർട്ട് ഓഫ് സ്പീച്ച് ഈസ് ദ വേർഡ് ക്വിക്ക്ലി. ആൻസർ ഓപ്ഷൻ സി അഡ്വർബ് ആണ്. അടുത്ത 82ാമത്തെ ക്വസ്റ്റ്യൻ ചൂസ് ദ ഇൻകറക്റ്റ് സ്പെല്ലിംഗ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഇൻകറക്റ്റ് സ്പെല്ലിംഗ് ഓപ്ഷൻ ബി 2ഉം 3ഉമാണ്. 2ഉം 3ഉമാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിങ്. 83ാമത്തെ ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് ദ ഇൻകറക്റ്റ് പ്രപ്പോസിഷൻ യൂസേജ്. അതിൻ്റെ ഇൻകറക്റ്റ് പ്രപ്പോസിഷനുള്ള യൂസേജ് വരുന്ന സെൻറ്റൻസ് ഓപ്ഷൻ സി ആണ്. ദ ടീച്ചർ ഇൻസിസ്റ്റഡ് ഇൻ കംപ്ലീറ്റിംഗ് ദ അസൈൻമെൻറ്റ്. 84ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ഗ്രാമാറ്റിക്കലി കറക്റ്റ് എന്നാണ് ചോദിച്ചത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 1-2 സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് ഷീ വെൻറ്റ് ടു ദ സ്റ്റോർ എസ്റ്റർഡേ, ഹി വാക്ക് ടു 2 miles ദിസ് മോർണിംഗ് ആണ് വരുന്നത്. 85ാമത്തെ ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് കറക്റ്റ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്. അതിന് ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻറ്റ് ഹാസ് ദെയർ ഓൺ ലാപ്ടോപ്പ്. 86ാമത്തെ ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് കറക്റ്റ് യൂസ് ഓഫ് പാസീവ് വോയിസ് ആണ്. അപ്പോൾ അതിന് ആൻസർ ഓപ്ഷൻ എ ആണ്. ദ കേക്ക് വാസ് ബേക്കിംഗ് ഇൻ ദ ഓവൻ. 87ാമത്തെ ക്വസ്റ്റ്യൻ ദ സെലക്ട് ദ സെൻറ്റൻസ് വിത്ത് പ്രോപ്പർ യൂസേജ് ഓഫ് ക്യാപിറ്റലൈസേഷൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഐ ആം ഗോയിങ് ടു ദ മാൾ. 88ാമത്തെ ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ കറക്റ്റ് അനോണിം ഓഫ് ദ വേർഡ് കംഫർട്ടബിൾ ഫോംഡ് വിത്ത് ദ സഫിക്സ്. അപ്പോൾ അതിന് ആൻസർ ഓപ്ഷൻ എ ആണ്. അൺകംഫർട്ടബിൾ ആണ് വരുന്നത്. 89 ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസ് യൂസേജ് ഓഫ് ഫ്രേസൽ വെർബ് ഗീവ് ഇൻ വരുന്നത്. ആൻസർ ഓപ്ഷൻ ബി ഹി ഗേവ് ഇൻ ഹിസ് ഫ്രണ്ട്സ് റിക്വസ്റ്റ്. 90ാമത്തെ ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് ജെറണ്ട് വരുന്നത്. അപ്പോൾ ING വരണം. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഷീ എൻജോയ്സ് സ്വിമ്മിങ് ഇൻ ദ ഓഷ്യൻസ്. അപ്പോൾ ഇനി വരുന്നത് ലാസ്റ്റ് മലയാളമാണ് വരുന്നത്. 91ാമത്തെ ക്വസ്റ്റ്യൻ പക്ഷിക്കൂട് എന്ന പദത്തിൻ്റെ പര്യായം ചൂടെ തന്നിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി നീടമാണ് വരുന്നത്. 92ാമത്തെ ക്വസ്റ്റ്യൻ ചേർത്ത് എഴുതുക വാക്ക് പ്ലസ് വാഗ്വാദമാണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 92 അമരം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത്? ആൻസർ ഓപ്ഷൻ ബി അണിയം എന്നാണ്.
അതുപോലെ തന്നെ 94ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ ചേർത്തിരിക്കുന്നതിൽ പഴഞ്ചൊല്ല് കണ്ടെത്തുക. അതിന് ആൻസർ ഓപ്ഷൻ എ ആണ്, അധികമായാൽ അമൃതും വിഷം. 95 ശരിയുത്തരം തിരഞ്ഞെടുക്കുക. താവഴി, അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി, തായ് പ്ലസ് വഴി. 96 പെങ്ങൾ എന്ന വാക്ക് ഏത് വചനമായാണ് കണ്ടെത്തുക. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, ഏകവചനം. 97 ശരിയായ പദം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി, വിദ്യുത് ശക്തി. 98 ശരിയായ വാക്യം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ, 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഭൂമി. 99 എനിക്ക് ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യത്തിൻ്റെ ശരിയായ പരിഭാഷ ഏതാണെന്നാണ്. അപ്പം എനിക്ക് തലവേദനയുണ്ട്, അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ഐ ആം സഫറിങ് ഫ്രം ഹെഡേക്ക്. 100 അറിയാനുള്ള ആഗ്രഹം എന്ന എൻ്റെ ഒറ്റപ്പദം ഏതാണ്. എൻ്റെ ആൻസർ ഓപ്ഷൻ എ, ജിജ്ഞാസയാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. ഇതിനകത്ത് രണ്ട് ക്വസ്റ്റ്യൻസ് ഡിലീഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതൊക്കെ നമുക്ക് പുറമേ അറിയാം ഡിലീഷൻ വരുന്നത്. അപ്പം ക്വസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം മാക്സിമം ഒരു ആവറേജ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് തോന്നുന്നത്. ചില ക്വസ്റ്റ്യൻസൊക്കെ GK പാർട്ടിലെ ചില ക്വസ്റ്റ്യൻസൊക്കെ സിമ്പിളായിട്ട് തോന്നിയെങ്കിലും അത് കേരള ചരിത്രമായിട്ട് ബന്ധപ്പെട്ടൊക്കെ തോന്നിയെങ്കിൽ കുറച്ചങ്ങോട്ട് വരുമ്പോൾ ചിലതൊക്കെ ഓപ്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൺഫ്യൂസ് ചെയ്യിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. മലയാളം എളുപ്പമായിരുന്നു, അതുപോലെ തന്നെ ഇംഗ്ലീഷും കുറച്ച് എളുപ്പമായിരുന്നു, അതുപോലെ തന്നെ മാത്സ് കുറച്ച് പാടായിരുന്നു. അപ്പം അങ്ങനെയുള്ളതാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എക്സാം എന്നൊന്ന് കമൻറ്റ് ചെയ്യണം. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ കറണ്ട് അഫയർ പാർട്ടിലെ നമ്മുടെ ക്ലാസ്സിൽ നിന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയർ പാർട്ടിൽ ഈ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടോയെന്നൊക്കെ ഒന്ന് പറയണം. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ എത്ര മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നുള്ളതോട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ പ്രിലിംസ് പരീക്ഷയായിട്ട് കട്ട് ഓഫ് കൂടാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ എത്ര മാർക്ക് കിട്ടിയെന്നൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. അതുപോലെ തന്നെ ഇനി നമ്മൾ LDC CPO ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്ലാസ്സുകളും നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ LDC ആയിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയറിൻ്റെ ക്ലാസ്സസ് എല്ലാം നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ അതുകൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്നൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക, അഭിപ്രായം കൂടെ കമൻറ്റ് ചെയ്യുക. അപ്പം ഷെയർ ചെയ്യുക, എക്സാം എഴുതിയ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ താങ്ക് യു ഓൾ.